നമസ്കാരം. നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ പലതരത്തിൽ കോൺഗ്രസിലെ പിളർപ്പ് നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. ഐ ഗ്രൂപ്പ്, എ ഗ്രൂപ്പ്, മാണി ഗ്രൂപ്പ്, പല ഗ്രൂപ്പ് ഉണ്ടായിട്ട് ഇപ്പോൾ കെ സി വേണുഗോപാൽ ഗ്രൂപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 2026 ഈ പറഞ്ഞ പോലെ ജയിച്ചതിന് ശേഷം 102 സീറ്റുമായി ബന്ധപ്പെട്ട് ഭരണത്തിൽ വന്നപ്പോൾ വലിയ തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുണ്ടായിരുന്നു. ആരാവണം മുഖ്യമന്ത്രി എന്നുള്ള തരത്തിലൊക്കെ ഒരുവിധം കോൺഗ്രസ് അത് വലിയ തരത്തിൽ പ്രശ്നം ഉണ്ടായെന്ന് ചോദിച്ചാൽ ഉണ്ടായി. പക്ഷേ ഒരു വിധത്തിൽ ഒതുക്കി സതീശനിലോട്ട് തന്നെ കാര്യങ്ങളെല്ലാം വന്നു. ഇപ്പോൾ വീണ്ടും കോൺഗ്രസിനുള്ളിൽ യൂത്ത് കോൺഗ്രസോ അല്ല, ഇപ്പോൾ KSUവിനുള്ളിലാണ് തട്ടി. മുഖ്യമന്ത്രിയെ കാണാൻ അലോഷ്യസ് സേവിയർ പോയി എന്നുള്ളതും അദ്ദേഹത്തിന് കാണാനുള്ള അത് കൊടുത്തില്ല എന്നുള്ളതും ബാക്കി പല നേതാക്കന്മാർക്കും ഈവൻ ഈ പറഞ്ഞ പോലെ VHP നേതാക്കന്മാർക്ക്, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും RSSൻ്റെയും ഹിന്ദുത്വ സംഘടനകളെ പല നേതാക്കന്മാർക്കും സതീശൻ കാണാൻ വാതിൽ തുറന്നിട്ട് കൊടുക്കുന്നു. പക്ഷേ സ്വന്തം മുന്നണിയിലെ വിദ്യാർത്ഥി സംഘടനയായ കോൺഗ്രസിന് KSUവിൻ്റെ കുട്ടികളെ കാണാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളത് രൂക്ഷമായി വിമർശിക്കുന്നു. മാത്രമല്ല പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സതീശനെ നേർത്തിരിച്ചു കൊണ്ടുപോകുന്നത് ഈ പറഞ്ഞ പോലെ സംഘപരിവാർ വൽക്കരണത്തിൻ്റെ കാര്യത്തിലോട്ടാണ്. അതിപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന സിൻഡിക്കേറ്റ് സെനറ്റ് കാര്യത്തിലായാലും ശരി, പ്ലീനർ നിയമനത്തിലും ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്നത് അവിടെ പ്ലീനർ നിയമനായി ജഡ്ജ് അപ്പോയിൻമെൻറ്റ് കൊടുത്ത ആൾ ഈ പറഞ്ഞ പോലെ സംഘപരിവാർ ചായ്വുള്ള ആളാണെന്നുള്ളതും BJPയുടെ പരിപാടിയിലും RSSൻ്റെ പല പരിപാടിയിലും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ബന്ധമുള്ള ഒരാളാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പം എനിക്ക് തോന്നുന്നു മറുവശത്ത് പറഞ്ഞ പോലെ ഇതിനൊക്കെ പിന്നിൽ പല നേതാക്കന്മാരും KC വേണുഗോപാൽ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ തോന്നുന്നില്ല. പക്ഷേ ഈ ഗ്രൂപ്പ് രാഷ്ട്രീയം മാനേജ്മെന്റ് എല്ലായിടത്ത് നോക്കി കഴിഞ്ഞാൽ KC ആണെന്നുള്ള പറയുന്നുണ്ട്, VM സുധീരനാണെന്ന് പറയുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് കോൺഗ്രസിനുള്ളിലും KSUവിനുള്ളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, കോൺഗ്രസിനകത്ത് ഇത്തരത്തിലുള്ള തമ്മിൽ തർക്കം എന്ന് പറയുന്നത് പുതിയ ഒരു കാര്യമായി നമ്മൾ എടുക്കുക. അതെ, സർവ്വസാധാരണമാണ്. അതിന്റെ സാധാരണ രീതികൾ മാത്രമാണ്. കാരണം അതിന് ഏകോപിതമായിട്ടുള്ള ഒരു അഭിപ്രായ രൂപീകരണ വേദി എന്ന നിലക്ക് ഒരു ഘട്ടത്തിലും പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. എന്നും അതിങ്ങനെയൊക്കെ തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോഴും അത് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആര് മുഖ്യമന്ത്രിയാണോ എന്ന ശക്തമായിട്ട് അതിനകത്തുണ്ടായിരുന്നു. പക്ഷെ അത് പരിഹരിക്കപ്പെട്ടു. അതുപോലെ കോൺഗ്രസിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്നതാണ് കോൺഗ്രസ്സുകാരുടെ ഒരു വിശ്വാസം. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ഒന്ന് യൂത്ത് കോൺഗ്രസുമായിട്ടുള്ള പ്രശ്നം, മുഖ്യമന്ത്രിയും യൂത്ത് കോൺഗ്രസും രണ്ട് ഭാഗമായിട്ട് നിൽക്കുന്നു. രണ്ടാമത്തെ മുഖ്യമന്ത്രിയും KSUവും രണ്ട് ഭാഗമായിട്ട് നിൽക്കുന്നു. അപ്പൊ മുഖ്യമന്ത്രിയും യൂത്ത് കോൺഗ്രസും രണ്ടായി നിൽക്കുന്നതിൽ പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറയുന്നത് ADGP അജിത് കുമാറിന്റെ തീരുമാനം. അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്യാത്തത് എന്നാണ് യൂത്ത് കോൺഗ്രസ് ചോദിക്കുന്നത്. കാരണം യൂത്ത് കോൺഗ്രസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ അടികൊണ്ടിട്ടാണ് ഈ സർക്കാർ അധികാരത്തിലെത്തി. അതിന്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമാണ് തോമസ് എന്ന് പറയുന്നവരുടെ നേതാവ് MLA ആയി വന്നത്. അയാൾക്കുള്ള അടി കിട്ടിയത് ശരി. അപ്പൊ അങ്ങനെ അടി കിട്ടി അയാളെ MLA ആക്കാൻ ജനങ്ങൾ തീരുമാനിച്ചു. അപ്പൊ അത്രമാത്രം ജനകീയമായിട്ടുള്ള പിന്തുണ അക്കാര്യത്തിൽ ലഭിച്ചു. എന്നാൽ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ADGP അജിത് കുമാർ എന്ന് പറയുന്നത് RSSകാരനാണ്, RSSകാരെ സഹായിച്ച ഒരാളാണ്. കാരണം തൃശ്ശൂപൂരം കലക്കിയതിൽ നിർണായകമായിട്ടുള്ള പങ്ക് ADGP അജിത് കുമാറിനായിരുന്നു. എന്തിന് അജിത് കുമാർ അത് ചെയ്തു? അതിന് ഉത്തരം പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, പൂരം കലക്കുക മാത്രമല്ല, തൃശ്ശൂരിൻ്റെ വോട്ട് കലക്കുകയും അങ്ങനെ ആ വോട്ട് കലക്കി സുരേഷ് ഗോപിയെ ജയിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന വലിയ ചുമതലയാണ് ADGP അജിത് കുമാർ ഏറ്റെടുത്തത്. അത് പിണറായി വിജയന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് VD സതീശൻ പറഞ്ഞത്. ശരി, അതങ്ങനെയാണ് എന്ന് വന്നാൽ അദ്ദേഹം അധികാരത്തിലേക്ക് വന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യണം? ADGPക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ പല മേഖലകളിൽ നിന്ന് ഉയർന്നു. PV അൻവർ എന്താ പറഞ്ഞത്? ഇയാൾ സ്വർണം പൊട്ടിക്കലുമായിട്ട് ബന്ധമുള്ള ഒരാളാണ്, അതിന് സഹായം നൽകുന്ന ആളാണ്. അതുകൂടാതെ തിരുവനന്തപുരത്ത് അദ്ദേഹം ഒരു കൊട്ടാരം പണിയുന്നുണ്ട്. ആ കൊട്ടാരം പണിയുന്നതിന് ആവശ്യമായിട്ടുള്ള പണമൊക്കെ അനധികൃതമായിട്ടുള്ള രീതിയിൽ ഇയാൾ ശേഖരിച്ചതാണ് എന്നാണ്. അതിൻ്റെ പടങ്ങളെല്ലാം ടെലിവിഷനിൽ കാണിച്ചു, വാർത്തകളും കാണിച്ചു. അന്വേഷണം നടന്നു. അയാൾ അനധികൃതമായി ഒന്നും സമ്പാദിച്ചില്ല എന്ന് റിപ്പോർട്ട് വന്നു. ആ പ്രശ്നങ്ങൾ അവസാനിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹം ശബരിമലയിലേക്ക് വാഹനത്തിൽ സഞ്ചരിച്ച് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റ് എന്ന് പറഞ്ഞ് അതിനെതിരെ അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ADGPയുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ സർക്കാർ അധികാരത്തിലേക്ക് വന്നതിന് ശേഷം ഉയർന്നു. നവകേരള യാത്രക്കാലത്ത് യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ച പോലീസുകാരുണ്ട്. ആ പോലീസുകാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് റിപ്പോർട്ടിൽ ഇടപെട്ട, കൃത്രിമം നടത്തിയ ഒരാളാണ്
അജിത് കുമാർ എന്നാണ്. അതൊരിക്കലും കോൺഗ്രസിന്, യൂത്ത് കോൺഗ്രസിന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് അവർ കർശനമായിട്ട് ആവശ്യപ്പെട്ട് ഇയാളെ പുറത്താക്കണം, ഇയാളെ സസ്പെൻഡ് ചെയ്യണം. ഇതുവരെ സസ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അയാൾ സംരക്ഷണത്തിലാണ് എന്നും ദിവ്യേസ് അയ്യരെ പോലെയുള്ള ഉദ്യോഗസ്ഥയെ 24 മണിക്കൂറിനുള്ളിൽ മാറ്റിയ ഈ സർക്കാർ എന്തുകൊണ്ടാണ് ADGP അജിത് കുമാറിനെ മാറ്റാത്തത് എന്ന ചോദ്യം കോൺഗ്രസിൽ നിന്ന് ഉയർന്നു, യൂത്ത് കോൺഗ്രസിൽ നിന്ന് ഉയർന്നു. യൂത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള പ്രസ്താവനകൾ ഇറക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ 31-ാം തീയതി വരെയുള്ളൂ ഈ നിലവിലെ അതിന്റെ ഒരു വലിയ വിഷയം. എന്തുകൊണ്ട് വാർത്തയെന്ന് വെച്ചാൽ ഈ 31-ാം തീയതി വരെ ആണ് അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഉള്ള പദവി നിലനിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കയറ്റം കൊടുക്കണം, അദ്ദേഹത്തെ DGP ആക്കേണ്ടി വരും, അദ്ദേഹത്തിന് ക്രമസമാധാന ചുമതല പൂർണ്ണമായിട്ടും കൈമാറേണ്ടി വരും. ഇത് ഇവർക്കിഷ്ടമില്ലാത്ത, ഇവർ ചീത്ത പറയുന്ന, മുഖ്യമന്ത്രി ചീത്ത പറയുന്ന, മുഖ്യമന്ത്രി കടുത്ത എതിർപ്പ് പ്രകടമാക്കുന്ന ഒരാൾ DGP ആയി വരേണ്ടതുണ്ടോ എന്ന ചോദ്യം കോൺഗ്രസിൽ വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? അതെടുക്കണമെങ്കിൽ എന്ത് വേണം? 30-ാം തീയതിക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിനെതിരെ വകുപ്പ് നില നടപടി എടുക്കണം. എങ്കിലേ അദ്ദേഹത്തിന്റെ ജോലിക്കയറ്റം തടയാൻ പറ്റും. ആ തടയേണ്ടത് രാഷ്ട്രീയമായിട്ട് ഇവരുടെ ആവശ്യം. പക്ഷെ ആരാണ് അപ്പൊ കോൺഗ്രസിനുള്ളിൽ ഇയാൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചോദ്യം കിടക്കുന്നില്ലേ? അതെ, ഇപ്പൊ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ് ഭരണകക്ഷിക്ക് അകത്ത് നിന്ന് ഇയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആരാണ് ഇയാളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, ആരാണ് അദ്ദേഹത്തിന്റെ സംരക്ഷണ കവചം എന്ന ചോദ്യം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കും അതിന് ഉത്തരവില്ല. മുഖ്യമന്ത്രി എതിരെയാണ്, ആഭ്യന്തരമന്ത്രി എതിരെയാണ്. പക്ഷേ പിന്നെ ഇയാൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആരും കാണാത്തൊരു അജ്ഞാത ശക്തി അതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കി. നേരത്തെ അജ്ഞാത ശക്തി, നേരത്തെ അത് പിണറായി വിജയനായിരുന്നു. പിണറായി വിജയൻ അദ്ദേഹം ഈ പറഞ്ഞ പോലെ പലവട്ടം CPM നേതാക്കന്മാരെ ആക്രമിച്ച കേസിൽ ഈ അജിത് കുമാർ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ പിണറായി വിജയൻ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു. പക്ഷെ അവിടെ കൃത്യമായിട്ട് ഒരാളുണ്ടായിരുന്നു, പിണറായി വിജയൻ. അതെ, ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാണ്ടായിരുന്നു. ഇവിടെ പക്ഷെ ആർക്കും അറിയില്ല ആരാണെന്ന്. ഇനി പിണറായി വിജയൻ തന്നെയാണ് അതെല്ലാം നിയന്ത്രിക്കുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഇവര് ഭരണകർത്താക്കളായിട്ട് നടക്കണം? എല്ലാവരും ഒരു കാര്യം ഉണ്ടാകും. ആ ചോദ്യമാണ് കോൺഗ്രസിനകത്ത് ഒരു വശത്തോടെ പോഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയും യൂത്ത് കോൺഗ്രസും എതിരായി നിൽക്കുന്നു എന്ന് പറയുന്ന വിഷയത്തിന്റെ അടിത്തറ അതാണ്. രണ്ടാമത്തെ വിഷയം ഗവൺമെന്റ് പ്ലീഡറെ നിയമിച്ച് സംബന്ധിച്ചാണ്. ഗവൺമെന്റ് പ്ലീഡറെ നിയമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വകുപ്പാണ്, നിയമവകുപ്പാണ്. മുഖ്യമന്ത്രി എഴുതി കൊടുക്കുന്ന ലിസ്റ്റിലുള്ള ആളുകളാണ് ഗവൺമെന്റ് പ്ലീഡർമാരായിട്ട് വരുന്നത്. സാധാരണ രീതിയിൽ ഓരോ ഭരണവും വരുന്ന സമയത്ത് ആ ഭരണത്തിൽ ഗവൺമെന്റ് പ്ലീഡർമാരായിട്ട് വരുന്നത് ആ ഭരണത്തെ അനുകൂലിക്കുന്നതായിട്ടുള്ള പാർട്ടിക്കാരാണ്. പാർട്ടി നിയമനമാണത്. വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോ കോൺഗ്രസോ അല്ലെങ്കിൽ UDF-ന്റെ കക്ഷികളോ മാത്രമേ ഗവൺമെന്റ് പ്ലീഡർമാരായിട്ട് വരാൻ പാടുള്ളൂ എന്നാണ് കോൺഗ്രസ്സുകാരുടെ വിചാരം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അങ്ങനെ അല്ലാത്ത ഒരാൾ അവിടെ കടന്നുകൂടിയിരിക്കുന്നത്. അതാകട്ടെ SFIക്കാർ. അപ്പൊ SFIയുടെ ഒരു നേതാവ് അല്ലെ SFIയുടെ ഒരു പ്രവർത്തക ഈ ലിസ്റ്റിൽ എങ്ങനെ വന്നു? അതാണ് അവർ ചോദിക്കുന്നത്. KSC ചോദിക്കുന്ന ഒരു കാര്യം. ഇപ്പൊ VD സതീശൻ പത്രസമ്മേളനം നടന്ന സമയത്ത് പറഞ്ഞെന്താണ്? മുഖ്യമന്ത്രിയെയും ഭരണത്തെയും അപകസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ലോ കോളേജിലെ KSCന്റെ യൂണിറ്റ് ഒരു ലെറ്റർ പാഡിൽ കുറെ ലിസ്റ്റ് എഴുതി, ഇന്ന ആളുകളൊക്കെ ഗവൺമെന്റ് പ്ലീഡറാക്കണം. എന്നിട്ട് അത് മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ ഒരു കോപ്പി പത്രക്കാർക്ക്. സതീശൻ ചോദിച്ചത് ആരെ സഹായിക്കാനാണ്? ഭരണകൂടത്തെ സഹായിക്കാനാണോ? കോൺഗ്രസിനെ സഹായിക്കാനാണോ? അല്ല, കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാനത് അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ അദ്ദേഹം പത്രക്കാർ നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ അത് ചുരുട്ടിക്കുട്ടി ചപ്പ് കിട്ടിയില്ല. അത് KSCന്റെ ഇപ്പൊ നിലനിൽക്കുന്നതായിട്ടുള്ള നേതൃത്വത്തിന്റെ മുഖത്തെറിയുന്നതിന് തുല്യമായി, പ്രത്യേകിച്ച് അലോഷ്യസിന്റെ അല്ലേ? അങ്ങനെയാണ് അത് ഇതിന് തുടക്കം രൂക്ഷമായി. ഈ കഴിഞ്ഞ ദിവസം തേവരക്കോളയിൽ മുഖ്യമന്ത്രി പങ്കെടുത്തൊരു പരിപാടിയിലെ അലോഷ്യസ് അവിടെ പങ്കെടുക്കുന്നു. KSCന്റെ സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം പങ്കെടുത്തു, അല്ലേ? പക്ഷേ മുഖ്യമന്ത്രി തിരിഞ്ഞു പോകുന്നു. മുഖ്യമന്ത്രി അയാളെ കണ്ടില്ല. അതെ, കണ്ടില്ല, നടിച്ചു പോകുന്നു, മുഖത്തോട്ട് പോലും നോക്കുന്നില്ല. അതെ, മുഖത്ത് നോക്കുന്നില്ല, അയാളില്ല അവിടെ. അങ്ങനെ ഒരാൾ അവിടെ ഇല്ല എന്നാണ് VD സതീശന്റെ ഭാവപ്രകടനത്തിൽ നിന്ന് എല്ലാവരും മനസ്സിലായി. പക്ഷെ അത് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടു, ടെലിവിഷൻ ഡിസ്കഷനായി. ടെലിവിഷനിൽ ഇത് കാണിച്ചു. മുഖ്യമന്ത്രി എങ്ങനെയാണ് മുഖം കൊടുക്കാതെ അലോഷ്യസിനെ പെരുവഴിയിലാക്കി കടന്നു പോകുന്നത് എന്ന് ടെലിവിഷൻ കേരളത്തിലെ ആളുകൾ മുഴുവൻ കാണിച്ചിട്ട്. പിന്നെ അതിനെക്കുറിച്ചുള്ള ചർച്ചയെ അലോഷ്യസിന്റെ പ്രസംഗം, അലോഷ്യസ് അതിശക്തമായിട്ട് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.
ഞങ്ങൾ പറഞ്ഞത് എന്താ? ഞങ്ങൾ ഇത്രയേ പറഞ്ഞു, KSUവിൻ്റെ ആവശ്യമാണ്. ആ KSUവിൻ്റെ ആവശ്യം KSUവിൻ്റെ അവകാശമാണ്. അതിനെ നിഷേധിക്കുന്നതായിട്ടുള്ള ഒരാളെയും ഞങ്ങൾ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. KSU എന്നും കോൺഗ്രസിന് വേണ്ടി, കോൺഗ്രസിന് അധികാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചോരയും നീരും നൽകിയ പ്രസ്ഥാനമാണ്. അലോഷ്യസ് പറഞ്ഞത് എങ്ങനെയാണ്? ഞങ്ങൾ ചോരയുടെ ഭാഗ്യപത്രമാണെന്ന് കാണുന്ന ഈ സർക്കാർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെ, അങ്ങനെ അദ്ദേഹം പറയാൻ തയ്യാറായി. അത് കഠിനമായ വ്യത്യാസത്തെ, അല്ലെങ്കിൽ ഭരണത്തിനകത്ത് നിൽക്കുന്ന സംഘടനയും അതേപോലെ മുഖ്യമന്ത്രി തമ്മിലുള്ള വ്യത്യാസത്തെ പ്രകടമാക്കി. ഇപ്പോഴാണ് കെ ബാബു, നമ്മുടെ പഴയ MLA, അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഇതിലൊരു യുവ MP ആണ് ഈ പേര് നിർദ്ദേശിച്ചത്. യുവ MP എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ പ്രമുഖനായിട്ടുള്ള ഒരു MP ആണ് ആ പേര് നിർദ്ദേശിച്ചത്. AICC നേതാവാണോ? AICC നേതാവ് എങ്ങാനും ആണോന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതിന്റെ പേര്. എന്താണ് വന്നത്? ആരാണ് MP എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റൂലേ? ആരാണ്? ഡീൻ കുര്യാക്കോസ് ആണെന്ന് പറയുന്ന വാർത്ത ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് കോൺഗ്രസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പടലപ്പിണക്കങ്ങളുടെ തുടർച്ചയാണ്. അതിനിയും തുടരും. ഈ ഭരണം നിലനിൽക്കുന്നിടത്തോളം കാലം, എന്ന് വെച്ചാൽ 5 വർഷക്കാലം തുടരാനുള്ള നാടകം ആരംഭിച്ചിരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട്. എനിക്ക് തോന്നുന്നു ഈ പരിധി വരെ കോൺഗ്രസ് അല്ലെങ്കിൽ VD സതീശൻ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് CPM-നെയോ BJP-യെയോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയെയോ അല്ല. ആദ്യം ഭയക്കേണ്ടത് സ്വന്തം പാർട്ടിക്കുള്ളിലെ നേതാക്കന്മാരെയും ഗ്രൂപ്പിസത്തെയാണെന്ന് തോന്നുന്നു. അല്ല, ഇത് അദ്ദേഹത്തിന് ആരെയും ഭയക്കേണ്ട കാര്യമില്ല. ഈ പാർട്ടിക്കകത്തായാലും പുറത്തായാലും എവിടെ ആയി കഴിഞ്ഞാലും. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. കാലുവാരം സ്വന്തം മുന്നണിക്കുള്ളിൽ തന്നെ ആൾക്കാർ തയ്യാറായി നിൽക്കും. മുന്നണിക്കുള്ളിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാലോ. അദ്ദേഹം കോൺഗ്രസ് ആണല്ലോ. അദ്ദേഹം തന്നെ എത്രയോ പ്രാവശ്യം ഉമ്മൻചാണ്ടിക്കെതിരെ കലാപം ഉണ്ടാക്കിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കും സമയത്ത്. അപ്പൊ ഇത് കോൺഗ്രസിൽ ഒരു കർമ്മ എന്ന് വേണമെങ്കിൽ പറഞ്ഞു. അതെ, അത് വേണമെങ്കിൽ പറയാം. എന്തായാലും ശരി, കോൺഗ്രസിന്റെ ഒരു ക്യാരക്ടറിന്റെ പാർട്ടാണ്. അതുകൊണ്ട് അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ശ്രദ്ധിച്ച് അതിന് മറുപടിയൊക്കെ പറഞ്ഞില്ലെങ്കിൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് നോക്കൂ. അവിടെ നിന്ന് പിന്നീട് നമ്മളുടെ ക്യാമറ തിരിഞ്ഞു ചെല്ലുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ. അതെ, ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ ആരില്ല? VD സതീശനില്ല. അവിടെ നടക്കുന്ന പ്രോഗ്രാമില് VD സതീശനില്ല. അത് വലിയ ചർച്ചയായി വീണ്ടും. മാത്രമല്ല അവിടെ VD സതീശനെതിരായിട്ടുള്ള മുഴുവൻ ആളുകളും ഉണ്ടായിരുന്നു. അല്ലെ, VM സുധീരൻ, KC വേണുഗോപാൽ, അങ്ങനെ PM സുധീരൻ പരസ്യമായിട്ട് അലോഷ്യസിനെ വിളിച്ചു വരുത്തിയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഇങ്ങനെ കോൺഗ്രസിൽ പലതരത്തിലുള്ള പ്രശ്നം, അലോഷ്യസിനെ പോരാടണം, ഇങ്ങനെ തന്നെ പറയണം എന്നാണ് PM സുധീരൻ പറഞ്ഞത്. കാരണം അതാണ് KSUവിന്റെ ആർജവം. KSU ആണ് ആദർശാത്മകമായിട്ട്. ഞാൻ ചോദിക്കട്ടെ, എപ്പോഴും ഇതേ VM സുധീരനായിരുന്നു VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് പറഞ്ഞാണ്ട് വലിയ തരത്തിൽ രംഗത്ത് വന്നത്. ഇതേ VM സുധീരനാണ് ഇപ്പൊ VD സതീശനെതിരെ നിൽക്കുന്നതും. അതിൽ പ്രശ്നമില്ല. സുധീരൻ ഓരോ ഇഷ്യൂ ബേസ്ഡായിട്ട് സംസാരിക്കുകയാണ് ചെയ്തത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്മരാജന്റെ പേരിലുള്ള പുരസ്കാരം PM സുധീരന് നൽകേണ്ടായി. കൊല്ലത്ത് വെച്ചാണ് ചടങ്ങാണ്. അത് നൽകിയത് മുഖ്യമന്ത്രി VD സതീശനാണ്. ഇപ്പൊ VD സതീശൻ ആ പുരസ്കാരം കൊടുക്കുന്ന സമയത്ത് VM സുധീരനെ വാനോളം പുകഴ്ത്തി. അത് പുരസ്കാരം സ്വീകരിച്ചിട്ട് VM സുധീരൻ തിരിച്ച് VD സതീശനെ വാനോളം പുകഴ്ത്തി. അങ്ങനെ ഇരു നേതാക്കളും പരസ്പരം പുകഴ്ത്തുന്ന വലിയൊരു കാഴ്ചയാണ് അവിടെ കണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇന്ന് നമ്മൾ എവിടെ വരുന്നത്? ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങിലേക്ക് വരും. ആ സമയത്താണ് അലോഷ്യസിനെ VM സുധീരൻ വിളിച്ചു വരുന്നത്. ഇന്നലെ രാത്രി വരെ സ്നേഹത്തിലായിരുന്നവർ ഇന്ന് നേരം വെളുത്തപ്പോൾ അതല്ല. സുധീരൻ പറയുന്നതൊക്കെ ആദർശാത്മകമായിട്ടുള്ള രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് പറയുന്ന കാര്യങ്ങൾ. VD സതീശന്റെ തെരഞ്ഞെടുപ്പ് ഉദ്ഘാടനം നടത്തിയ VM സുധീരനായിരുന്നു. അപ്പൊ അതുകൊണ്ട് സുധീരനും സതീശനും തമ്മിൽ ഒരു ശത്രുതയുണ്ട് എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. സതീശനെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളായിരുന്നു VM സുധീരൻ. എന്നാൽ സുധീരന് തോന്നുകയാണ് സതീശൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ ശരിയല്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കും. അതിലൊരു മടിയും ഇല്ലാത്തതായ ഒരാളായിട്ടാണ് നമ്മൾ സുധീരനെ കണക്കാക്കിയിട്ടുള്ളത്. വെള്ളാപ്പള്ളി നടേശന്റെ വിഷയത്തിലും സുധീരൻ മാത്രമേ നിലപാടെടുക്കുന്നുള്ളൂ. അതെ, വെള്ളാപ്പള്ളി നടേശന്റെ കാര്യം വന്ന സമയത്ത് സതീശനെ ശക്തമായിട്ട് സഹായിച്ചതായിരുന്നു സുധീരനായിരുന്നില്ല. അതിന് കാരണം വെള്ളാപ്പള്ളിയും സുധീരനും തമ്മിലൊരു ശത്രുതയുണ്ട്. അത് മാത്രമല്ല, പൊതുവെ സുധീരൻ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനകത്തുള്ള ഒരു കറക്റ്റീവ് ഫോഴ്സിന്റെ ശബ്ദമാണ് എന്ന് പറയുന്ന ഒരു വിശ്വാസം എല്ലാവരിലും ഉണ്ട്. അതിന്റെ ഭാഗമാണ് താൻ എന്ന് സതീശൻ സ്ഥാപിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് സതീശൻ എന്ത് ചെയ്ത് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് യോഗം പോലും ഉദ്ഘാടനം ചെയ്യിക്കുന്നതിന് VM സുധീരനെ കൊണ്ടുവന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാം.
അപ്പോൾ ഇവിടെ ഇവർ തമ്മിൽ നടക്കുന്നതായിട്ടുള്ള തർക്കങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വ്യക്തിപരമായിട്ടുള്ള തർക്കങ്ങളായിരിക്കാം, ചിലപ്പോൾ അവർ നിലനിൽക്കുന്ന നയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള തർക്കങ്ങളായിരിക്കാം. അതങ്ങനെ തന്നെ തുടരാനുള്ള സാധ്യതയും കൂടുതലാണ്. അതിൽ കൂടുതൽ നമ്മളതിനകത്ത് വേറെ എന്തെങ്കിലും സംഭവിക്കുന്നതെന്ന് കരുതാൻ ഇത് തുടരും. കോൺഗ്രസിൻ്റെ ശീലം അതാണ്, ശൈലി അതാണ്. അതുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാകും. പിന്നെ കേസിനെ തള്ളി ആരും സംസാരിക്കില്ല. കാരണം കേരളത്തിൽ ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് അധികാരത്തിലേക്ക് വരുന്നത് KSUവിൻ്റെ പ്രവർത്തനത്തിലൂടെ. KSUവിൻ്റെ വളരെ സർവസമ്മതന്മാരായ നേതാക്കളായിരുന്നു ഉമ്മൻചാണ്ടിയും അതുപോലെ AK ആന്റണിയും ഒക്കെ. അപ്പം അവരൊക്കെ അതുപോലെ VS സുധീരനൊക്കെ അങ്ങനെ കടന്നു വന്ന ആളുകളാണ്. ആ KSUവിൻ്റെ പാരമ്പര്യമാണ് അവരിപ്പോൾ എന്ത് ചെയ്യുന്നത്, ശക്തമായിട്ട് ഉയർത്തിപ്പിടിക്കുക. വയലാർ രവിയൊക്കെ അങ്ങനെ ആ രീതിയിൽ നേതൃത്വപരമായിട്ടുള്ള പദവി വഹിച്ചിട്ടുള്ള വ്യക്തികളാണ്. KSU ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്നുള്ളതാണ് അന്നത്തെയും ഇന്നത്തെയും കോൺഗ്രസിൻ്റെ നിലപാട് എന്ന് പറയുന്നത്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ കളിത്തൊട്ടിലാണ് KSU എന്ന് പറയുന്നത്. അവിടെ കളിച്ച് വളർന്ന വലുതായ ആളുകളാണ് പിന്നീട് കോൺഗ്രസ്. സതീശനും അങ്ങനെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇത് അവരുടെ ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. അതിനപ്പുറത്തോട്ടുള്ളതൊന്നും ഇതിലില്ല സംഭവം.